എല്ലാം പലതരം വൈറസുകളുണ്ട്. ഇവയെല്ലാം കൂടെ ഒരു കൂട്ടിനകത്ത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ വൈറസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ജമ്പ് ചെയ്തിരിക്കും. അങ്ങനെ ഈ പകിട എറിയുന്നത് പോലെ ചിലപ്പോൾ ഒരു പെർഫെക്റ്റ് വൈറസ് ഉണ്ടായി വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടായി വന്നതായിരിക്കാം എന്നുള്ളതാണ്. അത് ഈ മീറ്റ് മാർക്കറ്റിൽ ഒരുപാട് ജീവികളെ ഒരുമിച്ച് പാർപ്പിക്കുന്നതിൽ നിന്നും പെട്ടെന്ന് വൈറസുകൾ തമ്മിൽ മിക്സ് ചെയ്തുണ്ടായ ആണെന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു വാദം. നമുക്കത് വിശ്വസിക്കാം. നിർഭാഗ്യവശാൽ ഈ വൈറസിനെ പറ്റി നമുക്ക് യാതൊരു മെമ്മറിയും ഉണ്ടായിരുന്നില്ല. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്, നമ്മുടെ ഒരു ഇമ്മ്യൂൺ സിസ്റ്റം ഒരു ഫയലിംഗ് ക്യാബിനറ്റ് ആണെങ്കിൽ, ഒരു അലമാരി ആണെങ്കിൽ, ആ ഷെൽഫിൽ ഇതിൻ്റെ ഫയലില്ല. ഭൂമുഖത്ത് 8 ബില്യൺ ആൾക്കാരാണുള്ളത്. ഈ 8 ബില്യൺ ആൾക്കാർക്കും ഇതിനെപ്പറ്റി യാതൊരു ഇമ്മ്യൂൺ മെമ്മറിയും ഇല്ല. അപ്പൊ ചിന്തിച്ചു നോക്കുക, അതിന്റെ ഭീകരത ആലോചിച്ച് നോക്കുക. എവല്യൂഷന്റെയും ശാസ്ത്രത്തിന്റെയും കാഴ്ചപ്പാടിൽ വളരെ ഫാസിനേറ്റിംഗ് ആണ്, നമുക്ക് വളരെ ഉത്സാഹം ഉണ്ടാക്കുന്ന സംഭവമാണ്. പക്ഷെ അതിൻ്റെ സോഷ്യൽ സൈഡ് എന്ന് പറഞ്ഞാൽ മരണവും കെടുതിയും മറ്റ് പ്രശ്നങ്ങളുമാണ്. അപ്പോൾ ഞാൻ സയൻസിൻ്റെ പെർസ്പെക്റ്റീവ് പറയുകയാണ്, ഇങ്ങനെയൊരു സംഭവം ഇത് വിറ്റ്നസ് ചെയ്യാൻ സാധിക്കുന്നത് ഈ പ്രളയം കണ്ടിട്ടുണ്ടെന്ന് പറയുന്നവരാണ്. ഇത് വളരെ വളരെ വിശിഷ്ടമായിട്ടൊരു സംഭവമാണ്. നല്ലതാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള, ഇപ്പോൾ ഒരു ഉൽക്ക വന്ന് വീണ് കഴിഞ്ഞാൽ നമ്മളത് കണ്ടു എന്ന് പറയാം അല്ലേ, അതുപോലെ ഒരു സംഭവമാണ് ഈ വൈറസുകൾ വന്നു. അപ്പൊ അജ്ഞാതമായിട്ടൊരു ജീവി നമ്മളെ ആക്രമിച്ചു കഴിഞ്ഞാൽ മാനവരാശി അതിനെ എങ്ങനെ നേരിടുന്നു എന്നുള്ളതിന്റെ ചരിത്രമാണ് ഈ കഴിഞ്ഞ 5 വർഷം നമ്മൾ കണ്ടത്. അപ്പോൾ നമുക്ക് നമ്മുടെ സന്നാഹങ്ങൾ ശരിയാകുന്നത് വരെ ഒളിച്ചിരിക്കുക ഒറ്റ മാർഗമേ ഉള്ളൂ. അത് കാലാകാലങ്ങളായി തെളിയിക്കപ്പെട്ടുള്ള മാർഗമാണ്. അതാണ് ലോക്ക്ഡൗൺ എന്ന് പറയുന്നത്. മനുഷ്യർ തമ്മിൽ തൽക്കാലത്തേക്ക് സംവദിക്കാതിരിക്കുക, ഇതെന്താണെന്ന് തിരിച്ചറിയുന്നവരെ. കാരണം ഒരുപാട് പേര് പെട്ടെന്ന് അവശരായി കഴിഞ്ഞാൽ നമ്മുടെ ആശുപത്രികളെല്ലാം നിറഞ്ഞ് കവിയുകയും മറ്റ് രോഗങ്ങളുമായി ചെല്ലുന്നവർക്കൊന്നും അവിടെയും പ്രവേശിക്കാൻ പറ്റാതെ അവയും വല്ലാത്തൊരു കൺഫ്യൂഷൻ നോർത്ത് ഇന്ത്യയിലും മറ്റും ഉണ്ടായിരുന്നു, നമുക്കറിയാം. പക്ഷേ കേരളത്തിൽ ഭാഗ്യവശാൽ നമ്മളത് വളരെ നീറ്റായിട്ട് നമ്മൾ നേരിടുകയും ആർക്കും ആശുപത്രിയിൽ ചെല്ലാനുള്ള ബുദ്ധിമുട്ടുകൾ നമ്മുടെ കൊച്ചു കേരളത്തിൽ ഉണ്ടായില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. അപ്പോൾ അങ്ങനെ 2020-ലും 2021-ലും ഭീകരമായിട്ടുള്ള കെടുതികളാണ് ലോകത്തുണ്ടായത്. 2021-ൽ ഡെൽറ്റ വേരിയന്റ് വന്നിരുന്നു. അതായത് തുടക്കത്തിൽ ഉണ്ടായിരുന്നതിൽ രൂപമാറ്റം ഉണ്ടായി ഡെൽറ്റ എന്ന് വിളിക്കുന്ന, എല്ലാവർക്കും അറിയാം, ഡെൽറ്റ എന്ന് വിളിക്കുന്ന ചെറിയുള്ള ചിലർക്ക് ഇമ്മ്യൂൺ സിസ്റ്റം അല്പം വീക്കായിരിക്കും. അങ്ങനെയുള്ളവർ ഈ വൈറസിന് ഏറെക്കാലം ഒരേ ശരീരത്തിൽ തങ്ങാനുള്ള അവസരം ലഭിക്കുകയാണ്. സാധാരണ നമ്മളിൽ ഒരാൾക്ക് ഇത് വന്നു കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് മാറുന്നത്. ഇവരിൽ ചിലപ്പോൾ 6 മാസമോ 1 വർഷമോ ഒക്കെ ഈ വൈറസ് ഒരേ ആളിൽ ഇങ്ങനെ തങ്ങി നിൽക്കുകയാണ്. ഈ തങ്ങി നിൽക്കുന്ന അത്രയും കാലം മനുഷ്യന്റെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ആഴത്തിൽ നേരിട്ട് കണ്ട് പഠിക്കാനുള്ള അവസരം ഈ വൈറസിന് കിട്ടുകയാണ്. അങ്ങനെ പഠിച്ചതിന് ശേഷം ഉണ്ടാക്കിയ വലിയ വലിയ തോരണങ്ങളും വലിയ മാസ്കുകളും കൊമ്പുകളും എല്ലാമായിട്ടാണ് ഒമൈക്രോൺ പുറത്തേക്ക് വന്നത്. അതായത് ഒരു ഗുഹയ്ക്കകത്തേക്ക് പോയി 1 വർഷത്തിന് ശേഷം പുറത്തു വന്നപ്പോൾ ആളാകെ മാറിയിരിക്കുന്നു. അതാണ് ഒമൈക്രോൺ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊരു ആളെക്കൊല്ലി വേരിയന്റ് ആയിരുന്നെങ്കിൽ ആ വ്യക്തി മരണപ്പെടുമായിരുന്നു അല്ലേ. അപ്പോൾ ഈ വ്യക്തിയുമായി ഒത്തുചേർന്ന് ജീവിക്കാനുള്ള മാറ്റങ്ങളാണ് ഈ വൈറസ് ഉണ്ടാക്കിയെടുത്തത്. ദാറ്റ് ഇസ് ഹൗ ഒമൈക്രോൺ ബിക്കെയിം എ ലെസ് ലീതൽ വേരിയന്റ്. അതായത് മുൻപുണ്ടായിരുന്നതിനേക്കാളും അല്പം കൂടി പാവം വേരിയന്റ് ആയിട്ട് മാറിയത് ഇങ്ങനെയാണ് എന്നുള്ളതാണ് പരക്കെയുള്ള വിശ്വാസം. ഇനി രണ്ടാമത്തെ റീസൺ വാക്സിനേഷനാണ്. മിക്കവരിലും തന്നെ നമ്മൾ വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞു. വാക്സിനേഷൻ്റെ ഒരു പ്രത്യേകത, മുൻപ് ഓർമ്മ, നമുക്ക് ഇമ്മ്യൂൺ മെമ്മറി ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ഓർമ്മ ലഭിക്കാൻ 2 മാർഗ്ഗമേ ഉള്ളൂ. ഒന്ന്, ഇൻഫെക്ഷൻ വരട്ടെ എന്ന് പറഞ്ഞിരിക്കുക. 2, വാക്സിനേഷൻ എടുക്കുക. വാക്സിനേഷൻ എടുക്കുമ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഓർമ്മ നമുക്ക് ഉണ്ടായി വരികയാണ്. അപ്പോൾ ആദ്യത്തെ 2 or 3 വേവുകളെ അതിജീവിച്ച വ്യക്തികൾ, വാക്സിനേഷനോട് കൂടിയോ അല്ലാതെയോ, അവരിലെല്ലാം ഇന്ന് ഈ മെമ്മറി ഉണ്ട്. അതായത് ഈ വൈറസിന്റെ അടിസ്ഥാന ഘടകങ്ങളെ പറ്റിയുള്ള മെമ്മറി നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് വേരിയന്റ് വന്നാലും നമുക്ക് ഭീകരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല എന്നാണ് ഇപ്പോഴുള്ള ഒരു വിശ്വാസം. എന്നാൽ വളരെയധികം മാറ്റങ്ങളോടുകൂടി ഇനിയും ഇത് വരും എന്നുള്ളത് ശരിയാണ്. ഓരോ തവണ വരുമ്പോഴും അതിനെ നോക്കി പഠിക്കുക എന്നുള്ളത് നമുക്കിപ്പോൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇതാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ ഹിസ്റ്ററി. 6 or 7 മാസത്തിനുള്ളിൽ ഒരു തരംഗമെങ്കിലും ഇനിയും ഉണ്ടായിക്കൊണ്ടേയിരിക്കും.
ഒരുപാട് പേർക്ക് ഇത് വരും. നേരത്തെ എല്ലാവരും അറിയുന്നത് പോലെ ആരോഗ്യനില ക്ഷയിച്ചവരിൽ ഇത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. കുട്ടികളിൽ ഒട്ടും തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല എന്ന് തുടക്കം മുതൽ ഞാനടക്കം പറഞ്ഞു. അത് ഇന്നും ശരിയായി നിലകൊള്ളുന്നുണ്ട്. ഇനി നമുക്ക് കോവിഡ് അനന്തര പ്രശ്നങ്ങളിലേക്ക് കടക്കാം. കോവിഡ് വന്നു പോയവരിൽ സാധാരണ സീ ഹൗ ഫാസ്റ്റ് ഇറ്റ് സ്പ്രെഡിങ്. പക്ഷെ ഭാഗ്യവശാൽ മുമ്പ് ഉണ്ടായിരുന്ന അത്രയുമുള്ള ഒരു പ്രഹരശേഷി ഈ വേരിയന്റിന് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് നമ്മുടെ ഭാഗ്യം എന്ന് കരുതാം. ഈ വൈറസ് എങ്ങനെ തിരിയുന്നു, എങ്ങനെ മറിയുന്നു എന്നുള്ളത് നമുക്ക് പ്രവചിക്കാൻ പറ്റുകയില്ല. ഇത്രയും അറിവുണ്ടായിട്ട് എനിക്ക് പോലും അടുത്ത 6 മാസത്തിൽ എന്ത് സംഭവിക്കും പറയാൻ പറ്റില്ല. I don't know what's going to happen. വരുമ്പോൾ കാണാമെന്നുള്ളതേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് ലോകം പ്രവർത്തിക്കുന്നത്. പക്ഷെ ഇതുവരെയുള്ള അറിവ് വെച്ച് നോക്കുമ്പോൾ അതിനുശേഷം ഈ ഒമിക്രോൺ വന്നതിന് ശേഷം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന് JN1 വരെ ഒമിക്രോണുമായി സമാനതകളുള്ള വൈറസുകളാണ് ഉണ്ടായി വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കാരണം ഞാൻ കുറച്ച് കഴിഞ്ഞ് പറയാം എന്തുകൊണ്ടാണെന്നുള്ളത്. വളരെ വളരെ ഫാസിനേറ്റിംഗ് ആണ് എന്തുകൊണ്ടാണെന്നുള്ളത്. ഇപ്പോൾ കേരളത്തിൽ ഒരു തരംഗം കഴിഞ്ഞു പോയിട്ട് ഇപ്പോൾ 1 മാസം കഴിഞ്ഞതേ ഉള്ളൂ. ഒരുപാട് പേർക്ക് ഇത് വന്നു. പക്ഷേ നമ്മളാരും അറിഞ്ഞില്ല. മിക്കവർക്കും പനി, ജലദോഷം എന്നൊക്കെ പറഞ്ഞു പോയി. മിക്കവരും ടെസ്റ്റും ചെയ്തില്ല, ഡോക്ടർമാരും ടെസ്റ്റ് ചെയ്തില്ല, നമ്മൾ നിർദ്ദേശിച്ചതുമില്ല. കാരണം പലപ്പോഴും ടെസ്റ്റ് ചെയ്തതിൻ്റെ ആവശ്യമില്ല. ടെസ്റ്റ് ചെയ്താൽ പ്രത്യേകിച്ച് മാറ്റങ്ങളില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം പലപ്പോഴും നമ്മൾ ടെസ്റ്റ് ചെയ്തില്ല. പക്ഷെ നമ്മളിത് മോണിറ്റർ ചെയ്തപ്പോൾ 2 മാസം മുമ്പ് കാര്യമായിട്ട് തന്നെ ഇത് വന്നു പോയിരുന്നു. അതിനു മുമ്പ് ഏപ്രിൽ മാസം, കഴിഞ്ഞ വർഷം ഏപ്രിലാണ് BA.2.75 എന്ന് വിളിക്കുന്ന ഒമൈക്രോണിന്റെ മറ്റൊരു വകഭേദം വന്നുപോയി. അപ്പോൾ നമുക്കറിയാം തരംഗങ്ങളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഏപ്രിലിൽ വന്നു കഴിഞ്ഞ വർഷം. അതിനുശേഷം ഈ ഡിസംബർ ആദ്യത്തെ 2 ആഴ്ച അതിങ്ങനെ പൊങ്ങി വന്നു. വളരെ പെട്ടെന്ന് ക്രിസ്മസോട് കൂടി ഇത് പെട്ടെന്ന് കെട്ടടങ്ങി. ഇപ്പോൾ ശാന്തമാണ്. ഇപ്പോഴും രോഗങ്ങളുണ്ട്, പലതരം വൈറസുകളുണ്ട്, ഇൻഫ്ലുവൻസ നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ റൈനോ വൈറസ്, അഡിനോ വൈറസ്, അങ്ങനെ പല രോഗങ്ങളും നമുക്ക് ചുറ്റുമുണ്ട്. ഇതാണ് ഇതിൻ്റെ ചരിത്രം. ഇനി ഈ ഒമൈക്രോൺ എന്തുകൊണ്ട് മുൻപുള്ള അത്രയും പ്രഹരശേഷി ഇല്ല എന്നുള്ളത് ഞാൻ വിശദീകരിക്കാം. 2 കാരണങ്ങളാണ്. മുൻപുണ്ടായിരുന്ന വൈറസ്, തുടക്കത്തിൽ ഉണ്ടായിരുന്ന വൈറസ് ഇത്രയും അധികം മാറ്റങ്ങൾ ഉണ്ടാകണമെങ്കിൽ അതിന് 2 പോസിബിലിറ്റിയാണുള്ളത്. ഒന്നുകിൽ ഈ വൈറസ് മനുഷ്യനിൽ നിന്നും മറ്റൊരു ജീവിയിലേക്ക് ജമ്പ് ചെയ്തിട്ടുണ്ടാകും. എലി, അതുപോലെ ഈ റോഡൻസ് എന്ന് വിളിക്കുന്ന അണ്ണാൻ, അങ്ങനെ ആ ഒരു ഗ്രൂപ്പ് ആനിമൽസിലേക്ക് ജമ്പ് ചെയ്തതിന് ശേഷം അതിൽ അഡാപ്റ്റ് ചെയ്തതിന് ശേഷം തിരിച്ച് ഹ്യൂമനിലേക്ക് വന്നായിരിക്കും. ദാറ്റ്സ് 1 പോസിബിലിറ്റി. രണ്ടാമത്തേത്, സൗത്ത് ആഫ്രിക്കയുടെ പ്രത്യേകത ധാരാളം HIV രോഗികളുള്ള ഒരു പ്രദേശമാണ്. അതിനുശേഷം മറ്റു രാജ്യങ്ങളിൽ അത് ഒക്ടോബർ മാസം വരെ ഒരുപാട് പേർക്ക് മരണമുണ്ടാക്കുകയും ചെയ്തു. കേരളത്തിൻ്റെ ജനസംഖ്യ 3.25 കോടിയാണ്. ഏകദേശം അത്രത്തോളം ജനങ്ങളാണ് ലോകമെമ്പാടും മരിച്ചിട്ടുള്ളതെന്നാണ് ഇപ്പോൾ ഔദ്യോഗികമായിട്ടുള്ള കണക്കുകൾ പറയുന്നത്. അനൗദ്യോഗികമായിട്ടുള്ള കണക്കുകൾ അതിൻ്റെ 10 ഇരട്ടിയാണ് പറയുന്നത്. പക്ഷേ അത്രയും ഭീകരമായിട്ടുള്ള ഒരു സംഭവമാണ് അന്ന് നടന്നത്. 2021 നവംബർ 28-ാം തീയതി ഒരു സംഭവം ഉണ്ടായി. 2021, അതായത് ഈ കൊറോണ വന്ന് 2 വർഷങ്ങൾക്ക് ശേഷം പെട്ടെന്ന് സൗത്ത് ആഫ്രിക്കയിലെ ടൂലിയോ ഡി ഒളിവേറ എന്നുള്ള ശാസ്ത്രജ്ഞനും അദ്ദേഹത്തിന്റെ സംഘവും ഒരു അനൗൺസ്മെന്റ് നടത്തി. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു വകഭേദം അവിടെ കാണാൻ കഴിഞ്ഞുവെന്നും ഇത് അതിവേഗം മുമ്പ് വന്നതിനേക്കാളും വളരെ സ്പീഡിൽ ഒരുപാട് പേർക്ക് വരുന്നുവെന്നും അദ്ദേഹം ഇതിന്റെ ലോകത്തിലെ ടോപ്പ് എക്സ്പെർട്സിൽ ഒരാളാണ് ടൂലിയോ ഡി ഒളിവേറ. എൻ്റെ ട്വിറ്ററിലുണ്ട് അദ്ദേഹം. അപ്പം അദ്ദേഹമായിട്ട് സംവദിക്കാം. നമുക്ക് ട്വിറ്ററിന്റെ ഒരു ഗുണം, നമുക്ക് ലോകത്തിലുള്ള എല്ലാ ശാസ്ത്രജ്ഞന്മാരുമായും മാന്യമായിട്ട് സംവദിക്കാനുള്ള അവസരം ട്വിറ്റർ നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ വളരെ അപൂർവമായിട്ടുള്ള വളരെ വിശിഷ്ടമായിട്ടുള്ള ഒരു ആപ്പാണ് ഈ ട്വിറ്റർ എന്ന് പറയുന്നത്. അത് ഈ കൃത്യമായി ഉപയോഗിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതുവരെ ഒന്നും ആരും കണ്ടിട്ടില്ലാത്ത ഒരു ഡെൽറ്റയൊന്നുമല്ല, ഡെൽറ്റയിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള സംഭവം ഉണ്ടായി വന്നിട്ടുണ്ട്. കൊറോണ തന്നെയാണ്, പക്ഷേ ഇത് എങ്ങോട്ട് പോകും, ഇത് ഏത് വഴിക്ക് പോകും, എത്ര പേർക്ക് ഇത് ബാധിക്കും, ഇതിൻ്റെ മരണനിരക്ക് എന്താണെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. 2 ദിവസം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ലോകാരോഗ്യ സംഘടന ഇമ്മീഡിയറ്റായിട്ട് പറഞ്ഞു ഇത് ആകെ പ്രശ്നമാണ്. നമുക്ക് കാരണം അൺനോൺ ആണ്. അൺനോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജ്ഞാതമാണ്. പക്ഷെ ഭാഗ്യവശാൽ
സൗത്ത് ആഫ്രിക്കയിലെ ഡോക്ടേഴ്സ് പലരും അവർ ഈ വൈറസ് എങ്ങനെയാണെന്ന് അവർ വളരെ വിശദമായിട്ട് പഠിച്ചതിന് ശേഷം പറയുന്നത് നോക്കൂ, ഇത് മുമ്പ് കണ്ടിട്ടുള്ള അത്രയും തീവ്രത ഇപ്പോൾ കാണുന്നില്ല എന്നാണ് പറയുന്നത്. അതിനെയാണ് അവർ ഒമൈക്രോൺ എന്ന് പേരിട്ടത്. ഒമൈക്രോൺ അല്ലെങ്കിൽ ഒമിക്രോൺ എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. അപ്പോൾ ആദ്യം വന്നത് വുഹാൻ വേരിയൻറ്റ്, അതിനുശേഷം ആൽഫ വന്നു, അതിനുശേഷം ഡെൽറ്റ വന്നു. ഡെൽറ്റ വരെയാണ് ഈ മരണനിരക്ക് ഭീകരമായിട്ട് ഉണ്ടായിരുന്നത്. അതിനുശേഷം ഈ നവംബർ 28-ാം തീയതിയാണ് ഇതിൻ്റെ ട്രാക്ക് മാറുന്നത്, കൊറോണയുടെ ട്രാക്ക് മാറുന്നത്. അതൊരു മോമെൻ്റാണ്, ഇറ്റ്സ് എ മോമെൻ്റ് ഇൻ ഹിസ്റ്ററി. നവംബർ 28-ാം തീയതി സൗത്ത് ആഫ്രിക്കയിൽ കണ്ടെത്തിയ ഒമൈക്രോൺ കേരളത്തിൽ നമ്മുടെ വാതിക്കലെത്താൻ ഭാരക്കുറവുമെല്ലാം ഉണ്ടാകാൻ സ്വാഭാവികമാണ്. അതിൽ വലിയൊരു അതിശയമൊന്നുമില്ല. പക്ഷേ 2020 തന്നെ ചിലർ പറഞ്ഞത് യാതൊരു ആരോഗ്യ പ്രശ്നവും ഇല്ലാതിരുന്ന ചെറുപ്പക്കാരായിട്ടുള്ള വ്യക്തികൾ, 20-30 വയസ്സുള്ള വ്യക്തികൾ, അത്ലീറ്റ്സ് ആയിട്ടുള്ളവർ, മലകളൊക്കെ ഓടിക്കയറാൻ കഴിയുന്നവർ, വലിയ വലിയ സ്വിമ്മേഴ്സ്, ഇവരെല്ലാവരും അതിൽ ചിലരെങ്കിലും കിടപ്പായി പോയി. എഴുന്നേറ്റ് നിന്നൊന്ന് പല്ല് തേക്കാനായിട്ട് ചെല്ലുമ്പോഴേക്കും തന്നെ ഹൃദയമെടുപ്പ് 180 മാറുക, കലശലായിട്ടുള്ള ക്ഷീണം അനുഭവപ്പെടുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അവർക്കുണ്ടായി. ചിലർക്ക് ഓർമ്മപ്പിശകുണ്ടായി. ഞാൻ എന്തിനാണ് ഇവിടെ വന്നതെന്ന് എനിക്ക് ഓർമ്മയില്ല, ഞാൻ എന്താണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് ഓർമ്മയില്ല, നിങ്ങൾ ആരാണെന്ന് എനിക്കറിയില്ല. പക്ഷേ അല്പസമയം കഴിയുമ്പോൾ ഞാൻ ഡോക്ടർ രാജീവാണ്, ഇവിടെ വന്നിരിക്കുന്ന ഇതിനാണ് എന്ന് പെട്ടെന്ന് ഓർമ്മ വരിക. ഇപ്പോൾ സേര അവിടെ ഇരിക്കുന്നുണ്ട്, സേര ആരാണെന്ന് എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും പെട്ടെന്ന് മറഞ്ഞു പോവുക, മന്ദത എന്ന് പറയും. അതിനെയാണ് മൊത്തത്തിൽ ഇംഗ്ലീഷിൽ അതിനെ ബ്രെയിൻ ഫോഗ് എന്ന് പറയും. ബ്രെയിൻ ഫോഗ്. പരീക്ഷ സമയത്ത് നമുക്ക് മിക്കവാറും ബ്രെയിൻ ഫോഗ് ഉണ്ടാകാറുണ്ട്. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, അല്ലാതെ ഉണ്ടാകുന്ന ബ്രെയിൻ ഫോഗ്. ആലോചിച്ച് നോക്കും, നമ്മളൊരു കണക്കിൻ്റെ അധ്യാപികയാണ്, നമ്മൾ ക്ലാസ്സിൽ ഇരുന്ന് പഠിപ്പിക്കുകയാണ്, പെട്ടെന്ന് ഒരു ഇക്വേഷൻ എഴുതുമ്പോൾ നമ്മൾ മറന്നു പോയി കഴിഞ്ഞാൽ എന്തൊരു കഷ്ടപ്പാടാണല്ലേ. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നം. പിന്നെയുള്ളത് അനിയന്ത്രിതമായിട്ടുള്ള ക്ഷീണമാണ്. നമുക്ക് എല്ലാവർക്കും ക്ഷീണമുണ്ട്, നമുക്ക് അതിൽ ക്ഷീണം എന്നുള്ളത് സാർവത്രികമാണ്, ശരിയാണ്. പക്ഷേ അമിതമായിട്ടുള്ള അസാധാരണമായിട്ടുള്ള ക്ഷീണം, അതിന് ഫെറ്റീഗ് എന്ന് പറയും. ഫെറ്റീഗ് അത് വാസ്തവത്തിൽ നമ്മുടെ പേശികളിൽ ഉണ്ടാകുന്ന നമുക്കതിലേക്ക് രാജേഷോട് വരുമ്പോൾ നമുക്ക് അതേപറ്റി സംസാരിക്കാം, സമയം കിട്ടുകയാണെങ്കിൽ. വളരെ ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള ഗവേഷണങ്ങൾ അതേപറ്റി നടന്നിട്ടുണ്ട്. പേശികളൊക്കെ അവർ ബയോപ്സി ചെയ്ത് അതിൻ്റെ മൈക്രോസ്കോപ്പിക് ഘടനയും സബ് മൈക്രോസ്കോപ്പിക് ഘടനയും എല്ലാം അനലൈസ് ചെയ്തുള്ള പഠനങ്ങൾ, അതേപറ്റി നമുക്ക് സംസാരിക്കാം. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരിൽ ഒരുപാട് പേർക്ക് ചിലപ്പോൾ കോവിഡ് വന്നിട്ടുണ്ടാവും, അവരുടെ ബന്ധുക്കൾക്ക് വന്നിട്ടുണ്ടാവും. ഇപ്പൊ ഡോക്ടർ ഇതില് എൻ്റെ ഒരു ലീഡായിട്ട് ഇട്ടിരുന്ന ഒരു കാര്യമുണ്ട്. പേശികൾക്കുണ്ടാകുന്ന, അതായത് കോവിഡ് വന്നു കഴിഞ്ഞാൽ പേശികൾക്കുണ്ടാകുന്ന മാറ്റം, അല്ലെങ്കിൽ അത് എങ്ങനെയാണ്, അത് വളരെ രസകരമായ ഒരു കാര്യമാണെന്ന് ഡോക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പരിമിതമായ അറിവ് വെച്ചിട്ട് ഞാൻ ഒരു കാര്യം പറയാം. ശരീരത്തിലെ പേശികൾ എന്ന് പറയുന്നത് നമ്മുടെ അസ്ഥികൾ പോലെ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ മജ്ജയും മാംസവും എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മൾ ഇന്ന് ഓരോ വ്യക്തികളും എഴുന്നേറ്റ് നടക്കുന്നതിനും അസ്ഥികൾക്ക് വേദനയില്ലാതിരിക്കുന്നതിനും പേശികൾ ബലപ്പെടുത്തിയാൽ മതി എന്നാണ് വൈദ്യശാസ്ത്രം, പ്രത്യേകിച്ചും ഓർത്തോ വിദഗ്ധർ എല്ലാവരോടും പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ നടുവേദനയായിട്ട് പോയി കഴിഞ്ഞാൽ ആദ്യം പറയുന്ന കാര്യം, നിങ്ങളുടെ നട്ടെല്ലിന് ചുറ്റുമുള്ള പേശികൾ, അത് വയറിൻ്റെ പേശികളും നട്ടെല്ലിൻ്റെ പേശികളും ബലപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നടുവേദന മാറുമെന്നാണ്. നിങ്ങൾ സർജറി ചെയ്യേണ്ടതെന്നാണ് പറയുക. ആദ്യം സർജറി ചെയ്യേണ്ട സമയത്ത് ചെയ്യണം, അത് വേറെ കാര്യം. അപ്പോൾ പേശികളെ കുറിച്ചുള്ള ഒരു കാര്യം അത് വളരെ രസകരമാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കൺട്രോള് തലച്ചോറിലാണ് ഇരിക്കുന്നതെങ്കിലും ഈ മസില് പ്രവർത്തിക്കണമെങ്കിൽ അതിന് എനർജി വേണം, ഊർജം വേണം, അല്ലേ? ഈ ഊർജം 2 തരത്തിലുള്ള ഊർജമാണ്. ഈ തവള ചാടുന്ന കണ്ടില്ലേ? തവള ചാടുന്ന അല്ലെങ്കിൽ ഒരു വെട്ടിൽ ചാടുന്നത് വളരെ പെട്ടെന്നാണ്, നിൽവിൽ വളരെ സ്പീഡിൽ ഉയർന്ന് ചാടാനാണ് സാധിക്കും. അതിന് ഫാസ്റ്റ് ട്വിച്ചിങ് ഫൈബേഴ്സ് എന്ന് പറയും. നേരെ നമുക്ക് മിക്കവർക്കും തന്നെ ഇങ്ങനെ ഇത്രയും ഉയർന്ന് ചാടാനൊന്നും നമുക്ക് സാധിക്കുകയില്ല. അപ്പോൾ നമ്മളുടെ കുറച്ചുകൂടെ സ്ലോ ട്വിച്ചിങ് ഫൈബേഴ്സ് ആണ് നമുക്കുള്ളത്. മസിൽസിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്.
അപ്പോൾ ഈ മസിൽസ് എനർജി എടുക്കുന്നത് ഈ ഇങ്ങനെ കൺട്രാക്ട് ചെയ്യാൻ സങ്കോചിക്കാനുള്ള ആ ഒരു ഊർജം ലഭിക്കുന്ന ഒരു ബാറ്ററി ഉണ്ട്. ആ ബാറ്ററിയുടെ പേരാണ് മൈറ്റോകോൺഡ്രിയ. മൈറ്റോകോൺഡ്രിയ അതായത് നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്ന കോശങ്ങൾ കൊണ്ടാണ് അല്ലെ. ഈ ഓരോ കോശത്തിനകത്തും അനേകം ചെറിയ ചെറിയ അവയവങ്ങളുണ്ട്, ഓർഗനൽസ് എന്ന് പറയും, കോശത്തിനുള്ളിലുള്ള. അപ്പോൾ ഈ മൊബൈൽ ഫോണിനകത്തുള്ള ബാറ്ററി പോലെയാണ് ഈ മൈറ്റോകോൺഡ്രിയ, കോശത്തിനകത്തുള്ള മൈറ്റോകോൺഡ്രിയ. നിർഭാഗ്യവശാൽ കോവിഡ് വന്ന് പോയ ചിലർ, എല്ലാവർക്കും അല്ല, ചിലരിൽ ഈ മൈറ്റോകോൺഡ്രിയ നേരെ വർക്ക് ചെയ്യുകയില്ല. അതിൻ്റെ പ്രവർത്തനം കാര്യക്ഷമം അല്ല എന്നുള്ളതിനാൽ നമ്മളൊരു പഴയ കാലത്തെ മൊബൈൽ ഫോൺ, അതിൻ്റെ ബാറ്ററി വീക്കാണെന്നിരിക്കട്ടെ, വളരെ വീക്കാണ്. നമ്മളൊന്ന് ചാർജ് ചെയ്താൽ ചാർജ് ആകുന്നില്ല. അപ്പോൾ നമ്മൾ കുറച്ച് ചാർജ് ചെയ്തതിന് ശേഷം ഒരു കോൾ എടുത്തു കഴിഞ്ഞാൽ കട്ടായി പോവുകയാണ് അല്ലേ. അതുപോലെയാണ് ഈ കോവിഡ് ബാധിച്ചതിന് ശേഷം മൈറ്റോകോൺഡ്രിയ മസിലിന് ഊർജം കൊടുക്കാതിരിക്കുന്നത്. അപ്പോൾ മസിലിന് പ്രവർത്തിക്കണമെന്നുണ്ട്, എന്നാൽ അതിനുള്ള ഊർജം ഊറ്റാൻ സാധിക്കുന്നില്ല, ബാറ്ററി വീക്കായി പോയി. അപ്പോൾ ഇത് വളരെ വിശിഷ്ടമായിട്ടുള്ള ഒരു പഠനമാണ്. ഞാനത് നേച്ചർ ജേർണലിലാണ് പബ്ലിഷ് ചെയ്ത് വന്നത്. അത് ചെയ്യാനായിട്ട് അവർ ചെയ്തത് ഈ കോവിഡ് വന്നവരെയും അല്ലാത്തവരെയും തമ്മിൽ അവർ കമ്പയർ ചെയ്തു. വന്നവരെ മാത്രം പഠിച്ചാൽ പോരാ, വരാത്തവരെയും പഠിച്ചതിന് ശേഷം അവർ മസിൽ ബയോപ്സി എടുത്തതിന് ശേഷം അവരെ കൊണ്ട് എക്സർസൈസ് എടുപ്പിച്ചു. സൈക്കിൾ എക്സർസൈസ്, ഈ സ്റ്റേഷനറി സൈക്കിൾ ഉണ്ടല്ലോ, എക്സർസൈസ് സൈക്കിൾ ചെയ്യിച്ചതിന് ശേഷം വീണ്ടും അവർ ബയോപ്സി എടുത്തിട്ട് അതിൻ്റെ അങ്ങേയറ്റത്തെ സ്ട്രക്ചേഴ്സ് പഠിച്ച് അതിൻ്റെ എനർജി എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു എന്ന് പഠിച്ചതിന് ശേഷമാണ് അവർ കണ്ടെത്തിയത് കോവിഡ് വരാത്തവരെ അപേക്ഷിച്ച് വന്നവരിൽ ഈ ലോങ് കോവിഡ് എന്ന് പറയുന്ന സംഗതി ഉള്ളവരിൽ ഈ മൈറ്റോകോൺഡ്രിയയുടെ പ്രവർത്തനത്തിൽ ഗണ്യമായിട്ടുള്ള കുറവ്